ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനാണ് അമ്മൂമ്മയെ സോപ്പിട്ട് ഈ 100 രൂപ മേടിച്ചത്. അപ്പൊ എനിക്ക് വലിയ സ്പെഷ്യൽ എന്തെങ്കിലും മേടിച്ച. എന്റെ അമ്മ, അപ്പൊ നീയാള് വെച്ചോടെ 100 രൂപ. എനിക്കൊന്നും വേണ്ട. ഇപ്പൊ നിനക്ക് സ്പെഷ്യൽ വാങ്ങുമ്പോ തന്നെ പൈസ തീരുമല്ലോ. ഇത് വേറെ ആർക്കൊന്നും വാങ്ങണ്ടേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു ചോക്കോബാർ മേടിക്കാം, ബാക്കി പൈസക്ക് മിഠായി മേടിക്കാം. 30 രൂപയല്ലേ ആവത്തുള്ളൂ. എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഒന്ന് മിണ്ടാണ്ട് നടക്കും അവിടം വരെ. ചേച്ചി എന്റെ 100 രൂപ. ചേച്ചി എനിക്ക് വില തരണം. നിനക്ക് വില തരണോ? പിന്നെ 100 രൂപ വാങ്ങിയനാ? ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് ഒരു ഫ്ലെക്സ് അടിച്ചങ്ങ് വെക്കാം. എവിടെ വെക്കണം? ഇവിടെ വെക്കണോ? അങ്ങ് വാഴക്കാല ജംഗ്ഷനിൽ കൊണ്ടുവെക്കണോ? ചേച്ചിയെ കൊണ്ടു നടക്കാനല്ലേ ചേച്ചിക്ക് പറ്റത്തുള്ളൂ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. വന്നപ്പോ നീ നമ്മളെ കൊണ്ടുനടക്കണം നായ. ഈ പെണ്ണെ, നിന്നെ ഞങ്ങളാണ് കൊണ്ടുനടക്കണത്. നീയാണ് ചെറുത് ചിടുങ്ങ് കേട്ടാ. ചേച്ചിയാണ് ചിടുങ്ങ്. അയ്യോടാ, നീയാണ് ചിടുങ്ങ്. കണ്ട ഹൈ ഡിഫറൻസ് കണ്ടാ? സമ്മതിച്ച് മിണ്ടാണ്ട് നടക്കടേ പൊന്നോ. ഭയങ്കര വെയില്. ഈ വെയിലൊക്കെ ഇപ്പങ്ങ് മാറും. നല്ല മഴക്കാറുണ്ട്. പെയ്താ തീർന്നു. ഞാൻ വിയർക്കണം. ചേച്ചി കാലില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. മക്കള് വാ. ചേട്ടാ, നമ്മൾ സഹായിക്കാം. നമ്മൾ സഹായിക്കാം ചേട്ടാ. മക്കൾ അപ്പുറത്തോട്ട് വേണം. ചേട്ടൻ പറയൂ. മക്കൾ പിടിക്കണേ. ഓ ഉണ്ട്, പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടേ. വലിയ ഉപകാരം. മക്കളെ, ചേട്ടന്റെ വീട് എവിടെയാ? വീട് ഇവിടെയൊക്കെ തന്നെ മക്കളെ. ചേട്ടൻ എന്തോ ജോലിയാ? ചേട്ടൻ എന്തോ ജോലിയാ? ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ജോലിക്കിടയിലാണ് ഈ കാലൊക്കെ പോയി ജീവിതം ആകെ പ്രശ്നത്തിലായത്. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. അല്ല, ശരിക്കും പറ, കഴിച്ചായിരുന്നോ? ചേട്ടാ, ഞാൻ പൈസ തന്നു കഴിഞ്ഞാ ചേട്ടൻ മേടിക്കോ? അയ്യോ, പൈസ ഒന്നും വേണ്ട മോളെ. മക്കളെ, നല്ല മനസ്സാ മോളുടെ. മിടുക്കി കുട്ടിയാ. മക്കൾ പോയിക്കോ, പൈസ ഒന്നും വേണ്ട. ഞാൻ സ്നേഹത്തോടെ തരുന്നല്ലേ. ചേട്ടാ, അവൾ സ്നേഹത്തോടെ തരുന്നതല്ലേ. ചേട്ടാ വാങ്ങി വാങ്ങിക്കോ ചേട്ടാ. അല്ല, എന്തേലും ആവശ്യത്തിനൊക്കെ വെച്ചായിരിക്കില്ല മോളെ. ഒന്നും കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ വാങ്ങി. ചേട്ടാ, ചേട്ടനൊന്നും കഴിച്ചിട്ടില്ലാന്ന് നമുക്കറിയാം. ഞങ്ങളുടെ വീടേ ഇതെന്റെ ഈ ഇറക്കുമ്പോഴത്തേക്കുള്ള 2ാമത്തെ വീടാ. ഒരു 2 നില വീട്. ചേട്ടന് വിശക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ടേക്ക് വാട്ടോ, ഫുഡ് കഴിക്കാം. വേറെ ഒന്നും വിചാരിക്കണ്ട. ധൈര്യത്തോടെ വന്നു. ശരി, ഞങ്ങളെന്നാ ചെല്ലട്ടെ. തരണം കേട്ടോ. വരണേ. നോക്കാം മക്കളെ. കേട്ടാ, ഞങ്ങളെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഓക്കേ. അമ്മൂമ്മ, നമ്മൾ എത്തിയേ. ഓടി വാ. എടി സാധനം ഇട്. എന്തോന്ന്? ഓ, എന്തോന്ന്? മിഠായി ഇടിയക്കരെ കളിക്കാതെ. നമ്മളൊന്നും വാങ്ങിയില്ല. ഓ, നമ്മളൊന്നും വാങ്ങിയില്ലടേ. അമ്മൂമ്മയുടെ 100 രൂപ മേടിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ അറിഞ്ഞ്. ഞാൻ പറഞ്ഞു വിട്ട എന്റെ തേങ്ങ മിഠായി എവിടെ? ചേട്ടാ, ഞങ്ങളൊന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ. കളിക്കല. എവിടെ എന്റെ തേങ്ങ മിഠായി? മേടിച്ച തേങ്ങ മിഠായി ചേച്ചി അനിയത്തി കൂടെ തിന്നു നിർത്താണോടാ. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ ഓണമാണ്. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മേടിച്ചിട്ടില്ല. എന്തോടാ? ഇവര് മേടിച്ച തേങ്ങ മിഠായി ഇവന് കൊടുത്തില്ലെന്നും പറഞ്ഞു വലിയ വിഷയം. അയ്യേ, കാണ്ടാമൃഗത്തിനെ പോലെ വളർന്ന് എന്നിട്ടാണ് തേങ്ങാ മുട്ടായി തേൻമുട്ടായി എന്നൊക്കെ പറഞ്ഞു. എടാ, കല്ലുനക്കാരും കഷ്ടമാണല്ലോടാ നീ. അല്ലേ, അത് കൊള്ളാല്ലേ. ഞാൻ കല്ലുനക്കാളും കഷ്ടമെന്നോ? നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതും കൊണ്ട് മിഠായി മേടിച്ചോണ്ട് വന്നാ എല്ലാവർക്കും മേടിച്ചോണ്ട് വരൂല്ലേ? എവര് കൊണ്ടുപോയത് 100 രൂപയാണ്. അതല്ല, ആ പൈസ വേറൊരു വഴിക്ക് പോയി, അതുകൊണ്ടാണ്. എങ്ക പോച്ചു അന്ത പൈസ? പാറു ആ കാശിട്ട് വീശുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അത് വേറെ വഴിക്ക് പോകും. അളിയാ,
അല്ലെങ്കിൽ തോക്കിനകത്ത് കയറി വെടിയൊക്കെ അല്ലേ? ഞാനില്ലേ ഒരാൾക്ക് ആ പൈസ കൊടുത്തു. ഞാൻ തന്ന പൈസയുടെ കാര്യമാണോ ഈ പറയുന്നേ? അത് ആർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയതാ? ഞാൻ തേങ്ങ വിറ്റും മാങ്ങ വിറ്റും ഒക്കെ സ്വരുക്കൂട്ടി വെച്ചേക്കുന്ന കാശായിരുന്നു. അയ്യോ, ആ റബ്ബർ കിട്ടിയ കാര്യം കൂടെ ഒന്ന് പറയോ? എനിക്ക് സൗകര്യമില്ല. പറയണ്ട. അമ്മൂമ്മ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് റോട്ടിൽ ഒരു ചേട്ടൻ നിൽക്കുന്ന കണ്ടു. ആ ചേട്ടനാണെങ്കിൽ ഒരു കാലില്ല. അപ്പൊ പാറുവിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. പിന്നെ നമ്മൾ ആ 100 എടുത്ത ചേട്ടനും കൊടുത്തു. ആ ചേട്ടന് ഞങ്ങൾ പൈസ കൊടുത്തപ്പോഴേ ആ ചേട്ടന് ഭയങ്കര സന്തോഷായി. ഞങ്ങള് കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളി വരുമെന്ന്. ആള് കണ്ടപ്പോ ഭയങ്കര അഭിമാനിയാന്ന് തോന്നുന്നു. നമ്മള് പൈസ കൊടുത്തപ്പോ പോലും പുള്ളി വേണ്ട വേണ്ടെന്നാ പറഞ്ഞത്. പുള്ളി ഇങ്ങോട്ട് തിരിച്ചു തരാനാ നോക്കിയത്. പക്ഷെ നമ്മളങ്ങ് നിർബന്ധിച്ച് കൊടുക്കുക ചെയ്തേ. നമ്മുടെ ഏരിയയില് കാലില്ലാത്ത ആരളിയാ? ആ ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഉള്ളതായിരിക്കൂടാ. ആ ചേട്ടന്റെ കാലെങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയോ? ജോലി ചെയ്തോണ്ടിരുന്ന സമയത്താ നഷ്ടപ്പെട്ടത്. ഓരോരുത്തരുടെ വിധിയല്ലേ. അമ്മൂമ്മ കൊടുത്ത 100 രൂപ ഒരു നല്ല കാര്യത്തിനാണ് ഉപകാരപ്പെട്ടത്. അതുകൊണ്ട് അടുത്ത 100 രൂപ എടുപ്പ് മിഠായി മേടിക്കും. ഹലോ, ഇവിടെ ആരും ഇല്ലേ കുട്ടികളെ? ഇത് ആ ചേട്ടന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. വന്നാണ്. കുട്ടികളെ, ചേട്ടൻ വന്നാ? ചേട്ടൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല. കുട്ടികൾ പറഞ്ഞായിരുന്നു കണ്ട കാര്യം. അയ്യോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാം ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ഈ മക്കളുണ്ടല്ലോ ഇവിടുത്തെ, നല്ല മക്കളാ. ഒന്നും പറയില്ല. വയലിൽ വെച്ച് കണ്ടപ്പോ കുട്ടികളെ ഒന്നുകൂടി കാണണമെന്ന് വല്ലാണ്ടൊരു തോന്നിയോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. எதுவானாலும் நீங்க வந்தீங்கல்ல, பிரேக்ஃபாஸ்ட் சாப்பிட்டு மெதுவா போனா போதும். ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന്. അല്ല, അതൊന്നും വേണ്ട, അതിന് വേണ്ട. ചേട്ടോ, ഓ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മള് അങ്ങനെ കാണാൻ വഴിയില്ലല്ലോ. ആണോ? എവിടെയോ കണ്ടിട്ടുള്ളൂ അല്ലടാ? എവിടെയോ കണ്ടിട്ടുള്ള ഒരു ഫീൽ. നമ്മുടെ ഈ കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത് വല്ലതും വെച്ച്. കരൂർ സ്റ്റേഡിയം ഉണ്ടോ? അല്ല, അങ്ങനെ കാണാൻ വഴിയില്ല. ഞാൻ അങ്ങനെ പോകുന്നൊരു മനുഷ്യനല്ല. ആയിരിക്കില്ല. അല്ല ചേട്ടാ, ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ആക്സിഡന്റലി കാല് പോയാണെന്ന് പാറു പറഞ്ഞായിരുന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലെഗ്സും പ്രോസ്റ്ററ്റിക് ലെഗ്സ് ഒക്കെ ഉള്ള കാലുമല്ലേ, അതെന്തെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കായിരുന്നില്ലേ? ശരിയാണ്, അങ്ങനെയല്ല ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നാമത്തെ എൻ്റെ ഭാര്യ രോഗിയാ. അവളെ കാര്യം നോക്കാൻ തന്നെ നമുക്കൊരു വകയില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ കുറെ നല്ല മനുഷ്യന്മാർ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഇതൊക്കെ കൊണ്ട് അങ്ങനെ അതൊന്നും മാണ്ടിയിട്ടല്ല, പക്ഷെ അങ്ങനെയല്ലാണ് കഴിഞ്ഞു പോകുന്നത്. ചേട്ടാ, അതുപോലെ ഇതുപോലെ പരിക്ക് പറ്റിയ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിട്ടേ ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ നോക്കിക്കൂടായിരുന്നു? അങ്ങനെ കുറേ ഉണ്ട്, കുറേ പദ്ധതികളുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പുറകെ കുറേ കാലം പോയി. പിന്നെ അതിനൊന്നും മാണ്ടിയിട്ട് ഒന്നാത്തിൽ വീടെല്ലാം വിട്ടു നിൽക്കണ്ടേ, അതിനൊന്നും ഒരു പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനത്തെ 2 പൊടി പോലത്തെ 2 മക്കളുണ്ട് എനിക്ക്. അപ്പോൾ മക്കളെ കാര്യമെല്ലാം നോക്കണ്ടേ. എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാം കണ്ടതിൽ വലിയ സന്തോഷം, ഒരുപാട്. ഞാൻ പോട്ടെ എന്നാല്. ഈ മോനെ ഒന്ന് നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. ഈ വീട് നിങ്ങളെ സ്വന്തം വീടാ? സ്വന്തം എന്ന് പറയണെങ്കിൽ സ്വന്തം എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. നമ്മളെല്ലാരും ഈ ഭൂമിയിലെ വാടകക്കാരാണല്ലോ കേട്ടോ. ഉറപ്പല്ല, എല്ലാണ്ട് ബന്ധ് നമ്മളെല്ലാരും പാടകക്കാരാണ്. ജീവിതമേ നാടകല്ലേ. അതെ. മോനെ ഇത് കൈവച്ചു. 500 റുപ്യ ഇതൊന്നും മാണ്ടീന്നു. കുഞ്ഞുങ്ങൾക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. അത് നേരം. അയ്യോ ചേട്ടാ, എന്റെ കാശായിട്ടില്ല. അയ്യോ, ക്യാഷ് കൊടുന്നില്ല. QR കോഡ് ഉണ്ട്. கௌரி, என்னோட கூட ஒரு 100 ரூபாய் போட, அப்புறம் நான் உனக்கு கொடுக்கறேன். നിങ്ങൾ ഇത്തിരി ഉദ്ദേശിച്ചേ? 500. 500. ഓല 100 കൂടി 600 അയക്കണം. 600. ചേട്ടാ, ഞാനും അയക്കാം 500 രൂപ. അയച്ചിക്കുന്നേ. ഇനി ആർക്കെങ്കിലും പൈസ അയക്കണമെന്നുണ്ടോ? ഉണ്ടാ QR കോഡ് ഉണ്ടേ?
ചേട്ടാ എന്റെ കയ്യില് ക്യാഷ് ആയിട്ട് അകത്തായിരിക്കുന്നേ. ചേട്ടാ വല്ല കഴിച്ചായിരുന്നോ? അങ്ങനെ ചോദിച്ചാ കഴിച്ചിനി കഴിച്ചിട്ടില്ല. ഇല്ലേന്ന് ചോദിച്ചാ വാ 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 കഴിക്കാൻ എന്താണ്? അല്ല ഇപ്പം വേണ്ട, ഞാൻ പിന്നെ വാ ചേട്ടാ വാ. എല്ലാം കുഴപ്പമില്ലേട്ടാ, വേട്ട കഴിച്ചിട്ട് പോവാം നമുക്ക്. ചേട്ടൻ വാ, നമുക്ക് ഇവിടെ, ഇവിടെ. കഴിച്ചിട്ട് പോവാം. വേട്ടാ ഞാൻ താങ്ങിത്തരാം. കഴിക്കാം. വേട്ടാ നോക്കി വാ. വാ എല്ലാരും ഭാഗത്തോട്ട്. എല്ലാരും വാ, വാ. സൂക്ഷിച്ചേട്ടാ. ഇവിടെ ഇരിക്കണ്ടേ? പാവം കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. സിദ്ധു കാര്യമായിട്ട് എന്തോ കൊടുക്കാനാ വിളിച്ചോണ്ട് പോയത്. പതുക്കെ. അയ്യോടാ. അതെ അതെ ചേട്ടൻ ഈ QR ഒക്കെ സെറ്റ് ചെയ്താണല്ലേ നടക്കുന്നത്? ഞാൻ പിന്നെ ആരെങ്കിലും പെട്ടെന്ന് തരുവാൻ നോക്കും, പൈസ കയ്യില്ലെങ്കിലേ ഒരു സൗകര്യം ആയിക്കോട്ടെ എന്ന് തിരിച്ചിട്ട്. കറക്റ്റാ. പൈസ കയ്യില്ലെങ്കിൽ സൗകര്യം ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുറ്റം പറയാൻ പറ്റും നമുക്ക്, അല്ലേ അളിയാ? അല്ല എവിടെയാ പോന്നെ? വാ വാ ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട്. വാ ഇവിടെ ഇവിടെ. സൂക്ഷിച്ച്. അങ്ങോട്ട്. ഓക്കെ ഇരിക്കേട്ടാ. ഇരിക്ക്, ഇരിക്ക്. എവിടെ ഇരിക്ക് ചേട്ടാ. എവിടെ ഇരിക്കാൻ? ഇവിടെ ഇരുന്നോ? ഈ ഇരിക്കണ്ട, എന്താ അത് പറ്റൂല, വേദന, കാല് വേദനയാവും. കാല് വേദനയാവുന്നോ? നിന്ന് കഴിഞ്ഞാലല്ലേ കാല് വേദനിക്ക ചേട്ടാ. ചേട്ടൻ ഇരിക്കേ. കുഴപ്പമില്ലെന്നേ, ഈ കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം, അതാ സൗകര്യം. മക്കളെ എവിടെങ്കിലും ഇരുത്ത്. വേണ്ടമ്മ, ഇവിടെ നിന്നോളാം. കുഴപ്പമില്ല, ഇരുത്താ മൂമ്മ. അളിയാ കാലിലേ പൊടിയോ? ചേട്ടന്റെ കാലിലും ഭയങ്കര പൊടി. നടന്നു വന്നല്ലേ? ഓ ചെരുപ്പ് ഇടുന്നില്ലല്ലോടാ, അതുകൊണ്ടാ. ചെരിപ്പിടേണ്ട ആവശ്യം ഇല്ലല്ലോ. உங்களுக்கு டீ காஃபி ஜூஸ் ஏதாவது எடுக்கட்டா? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇനിയും ചേട്ടൻ കുറെ നേരം ഇവിടെ നമ്മളോട് ഇരിക്കേണ്ടതല്ലേ? അല്ലേ ചേട്ടാ? പിന്നെ സമയത്തോടെ സമയത്തുണ്ടല്ലോ. പിന്നെ ചേട്ടാ, ചേട്ടന് 2 പെൺകുട്ടികളായിരിക്കും അല്ലയോ? അതെങ്ങനെ മനസ്സിലായി? അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലേ? പിന്നെ അമ്മായിയെ ആ വലിയ അല്ല അമ്മായി, അതിനായിട്ടൊരു കോള് വന്നിട്ട് ജംഗ്ഷനിൽ പോയേക്കുവാ. ചേട്ടോ, എന്നാലും ഞാൻ ചേട്ടനെ എവിടോ കണ്ടിട്ടുണ്ട്. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ഒന്നാമതിൽ ഈ ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ, അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. 7 പേര്. അതെ, 7 പേരുടെ കണക്ക്. അതെ, അതെ. ചേട്ടന് ഞങ്ങക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ചേട്ടാ, ഞങ്ങൾക്ക് ചേട്ടന്റെ ഭാര്യയോടും മക്കളോടും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് വിളിക്കൂ. അല്ല അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വീഡിയോ കോൾ വിളിച്ചാ പോരെ? അതെ, വീഡിയോ കോൾ വിളിച്ചാൽ വിളിക്കും. അല്ല അവക്ക് ഫോണില്ല. ഞാൻ എന്റെ സങ്കടപ്പെടാൻ ഇതൊരാൾ എനിക്ക് വെറുതെ തന്നതാ. ആർക്ക് ഫോണില്ലാലോ, പിന്നെ വീഡിയോ കോൾ പറ്റൂലോ. ചേട്ടനൊരു കില്ലാടി തന്നെ. അതെ, പക്ഷെ എന്ത് ചെയ്യാനല്ല ചേട്ടാ, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് കയറുമ്പോഴേ. അതെ ഭയങ്കര പ്രശ്നം. ഞാൻ ഇറങ്ങി കേട്ടോ എന്നാല്. എന്താണെന്നറിയോ, എനിക്ക് ഓക്ക് മരുന്ന് വാങ്ങാനുള്ള സമയമായി. അപ്പൊ ഇല്ല, ഓക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോട്ടെ. മരുന്നൊക്കെ നമുക്ക് പിന്നെ വാങ്ങാലോ ചേട്ടാ. എന്താ പറയാ, ഒരു കാലങ്ങില്ലാണ്ട് എങ്ങനെയാടാ ഒരു മനുഷ്യൻ ജീവിക്കുക അല്ലേ? അതിന്റെ കൂടെ 2 പെൺമക്കള്, ഭാര്യയ്ക്കും വയ്യ. കഷ്ടപ്പെടാറ് കേട്ടോ. അറിയാ, എന്താണേലും ഒരു കാലങ്ങ് പോയി. ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല സെന്റിമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയടാ, 2 കാലും ഇല്ലാണ്ടായാലോ? ഒരുപാട് സെന്റിമെന്റ്സ് കിട്ടുകയും ചെയ്യും, കുറെ ഫണ്ട് ഞാനേ പോട്ടെ. ചേട്ടാ അവിടെ നിക്ക്. നീയേ നമ്മള് ഇതുപോലത്തെ ആൾക്കാർ വരുമ്പോ വെട്ടവച്ചങ്ങനെ വാളില്ലേ, ആ വാളി കിടന്നോണ്ട് വാ. എന്തിനു വാള്? നമുക്ക് ഈ കാല് മുറിക്കണ്ടായോ? എന്തിന്? ഈ കാലോട് മുറിച്ച് കഴിഞ്ഞാൽ നല്ല സെന്റിമെന്റ്സ് ആയിട്ടും കാച്ചു മാരും. മോനെ എന്തൊക്കെയാ പറയുന്നേ? അമ്മൂമ്മ, നിങ്ങൾ ആരും ഇടപെടല്, നമ്മൾ ഡീൽ ചെയ്തോളാം. അളിയ ഇപ്രാവശ്യം ഞാൻ വെട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ തട്ടിപ്പോയിട്ട് വന്നപ്പോ നീയാ വെട്ടിയത്. ഇപ്രാവശ്യം ഞാൻ തന്നെ വെട്ടും. എന്നാ കാല് പപ്പാതി എടുക്കാം നമുക്ക്. പറയുന്നത് നിങ്ങള്, ഞാൻ പോവാൻ. നിങ്ങക്ക് കാല് വെട്ടണ്ടല്ലേ? കാലിറക്കുന്ന കാല് കെട്ടി വെച്ചേക്കുക. അറിയാം, ഒന്ന് ഇറക്കുക. ഓ ഞാൻ വരാം. എങ്ങനെ ഇരിക്കണ്? എവനെയൊക്കെ അങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ആ പ്രസാദേട്ടോ, ഇവിടെ നമുക്കൊരു തരികിടയെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ ഇങ്ങനെ? അപ്പുറത്തുണ്ടോ? ആ എന്നാ ശരി, ഓടിങ് ബാ. ബാ 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 ബാ. നേരെ ഇല്ല, പോട്ടെ. അപ്പൊ താൻ ഞങ്ങളെ പറ്റിച്ചു തരുന്നില്ലല്ലോ. ഇവിടെ കൊള്ള
എങ്ങനെ മേടിച്ച് 500 രൂപ തിരിച്ചാടാ. എന്റെ 100 രൂപ എங்கிട്ട് വാങ്ങിട്ട് 100 രൂപയും കൂട്. എല്ലാവരും പൈസയും തരാം, കയ്യിലുണ്ട്. എടാ താ ഒരു കാര്യം ഓർക്കണം, തന്നെ പോലുള്ള ആൾക്കാർ കാരണമാണ് പാവം അർഹതപ്പെട്ടവർക്ക് ഒരു പരിഗണന കിട്ടാൻ അറിയോ? എന്റെ പൊന്നു സഹോദരി, സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പറ്റി ജീവിക്കുന്ന, അങ്ങനെ ഞാനും ഒന്ന് പറ്റി ജീവിക്കാൻ നോക്കി നിങ്ങൾ എന്നെ പിടിച്ച്. ഇതോടെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഞാൻ പോട്ടെ. അല്ല ശരിക്കും തനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാ? ഇല്ല. ബാച്ചിലറാ? ഈയോടോ പറ്റിച്ച് ചിരിക്കാൻ തനിക്ക് നമ്പർ അടിക്കാൻ അയച്ചു പോ. അല്ലേ നമ്മടത്തെ ചേട്ടാ ചേട്ടായി എഴുന്നേറ്റ് പോടാ. ചേട്ടാ മാമ ചേട്ടാ ചേട്ടാ പൊക്കോ. അണ്ണാ ചേട്ടാ അളിയാ ചേട്ടോ ചേട്ടോ എനിക്ക് ചേട്ടാ ചേട്ടാ എണീക്കുന്നില്ലയോ ചേട്ടാ പൈസ തിരിച്ചു തരണ്ട, ചേട്ടാ പൊക്കോ, ഞങ്ങക്ക് പരാതിയില്ല. ചേട്ടാ? അളിയാ ഒറ്റയടിക്ക് അടിച്ചുറക്കിയ അടിച്ചേ. ഞാൻ തോണ്ടിയുള്ളൂ. തോണ്ടി അളിയന്റെ തോണ്ടല്. ചേട്ടാ ചേട്ടോ പോയി. എടാ ഞാൻ ഇങ്ങനെ ആക്കിയതുള്ളൂ. എങ്ങനെ ആക്കിയെന്ന് ശക്തി അറിഞ്ഞൂടാ, അങ്ങനെ ആക്കിയാ മതി. തീർന്ന് ഈ കൈക്ക് ഇത്ര പവറാ? ചേട്ടാ എഴുന്നേൽക്കപ്പോ. ചേട്ടാ 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 ഒന്നുമില്ല, എനിക്ക് മോനെ എഴുന്നേറ്റ് പോ. ചേട്ടാ നമ്മളെ പാമ്പിടിച്ച് അളിയൻ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. എഴുന്നേര് സ്വാമി എഴുന്നേര്. അളിയന് ഭാര്യ മക്കളും ഒക്കെ. ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ചേട്ടാ ഒരു ഭാര്യയും കുഞ്ഞുള്ള ചേട്ടാ. ചേട്ടാ പുതുപ്പടം പ്രദീപ് പ്രമാണി എനിക്കറിഞ്ഞൂടാ. ഞാൻ പോവാ. ഇതിനെടുക്ക് മൊത്തോണ്ട് കിടത്താം. എനിക്കറിഞ്ഞൂടാ. പോയിട്ട് സംസാരിക്കാം, ടെൻഷനൊന്നും പാടില്ല. ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. സൂപ്പർ. ചിരിക്കാൻ ചിരിക്ക്. ആ കൊള്ളാം. ഒരു വയസ്സായിട്ട് ഹാൻഡിലേ ചിരിച്ച് ചിരിച്ചോണ്ട് നമ്മുടെ കമ്പം പോലും ഇവിടെ വെച്ചോട്ട്. ഉറക്കെ വിളിക്കുക, ഒന്നുകൂടെ നോക്ക്. ആ അങ്ങനെ അങ്ങനെ വിടും. അല്ല കേശു എവിടെ? ഏതോ കുഴപ്പക്കാരനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾ ഓടിപ്പോയി. അതെന്താ കള്ളനാണോ? ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. അല്ല കനകത്തിന്റെ മുഖം എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? ஏய் நான் நல்லா தான் இருக்கேன். உங்களுக்கு டீ காஃபி ஜூஸ் ஏதாவது வேணுமா? ഒന്നും വേണ്ട, ഒന്നും വേണ്ട, വേണ്ട. കേശു സിദ്ധു എവിടെ? അവരപ്പുറത്തെങ്ങാണ്ട. നിങ്ങൾ പൊക്കോ. എന്തോ ചേട്ടൻ ചേട്ടാ എന്തൊരു അല്ല കേശു നീയല്ലേ പറഞ്ഞു ഇവിടെ ഏതോ കുഴപ്പക്കാരനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. നമുക്കൊന്ന് വിടാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വന്നിരുന്ന കുഴപ്പം കാണിച്ചിട്ട് തീർത്തേക്കണം. പിന്നല്ലാതെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. അതെ തീർന്നു തോന്നണു. അല്ല തീർക്കാം, പക്ഷെ പോയി ഓടിപ്പോയി. ഓടിപ്പോയിരുന്നു. അത് എങ്ങോട്ടാ പോയി ചേട്ടാ? അത് സംഭവം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിട്ട് വരാം. രണ്ടുപേരും വന്നേ. കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് വന്ന ആളെ പുള്ളി ഒറ്റ ഓട്ടമായിരുന്നു. മോനെ ഇനിയിപ്പോ എന്തോ ചെയ്യും? ലച്ചുവിനെ വിളിച്ച് പറഞ്ഞാലോ? ലച്ചുവിനെ വിളിച്ചൊന്നും പറയണ്ട, വെറുതെ എന്തിനാ അവളെ ടെൻഷൻ ആക്കണേ? സിദ്ധു നീ എപ്പടിപ്പാ இப்படி ടെൻഷൻ ഇല്ലാമ നിക്കற? ടെൻഷൻ ഇല്ലാതെ നിക്കണോ? കയ്യും കാലും വിറച്ച് നിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യും? ഒരു കാര്യം ചെയ്യും, അകത്തോട്ട് പോകാ. വാ ചേച്ചി ആള് ശരിക്കും തീർന്നു കേട്ടാ. അയ്യോ മക്കളെ അങ്ങനൊന്നും പറയല്ലേ, മിണ്ടാണ്ടിരി. ചേച്ചി കരയും. എന്തോന്നും ചെയ്യാൻ വിളിച്ച് വെറുതെ പോയി.
ആരങ്ങോട്ട് പോയി മക്കളെ പോയി. ചേട്ടാ ചേട്ടാ എനിക്ക് ചേട്ടാ ചേട്ടൻ നീര് അളിയ ഒരു കാര്യം പറയാൻ പോവാണ്. അളിയൻ ടെൻഷൻ ആവരുത്, സമാധാനത്തിൽ കേക്കണം. ആള് പോയി പോയി അടിച്ചു പോയി. പോണ്ടി വരുമല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ അമ്മ, ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. അമ്മ നെറ്റിസിന്റെ അടുത്ത് പറയണം ഞാൻ അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം. മോനെ അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഞാനിപ്പോ പറയണ ഈ കാര്യങ്ങളൊക്കെ. എന്തോന്നളിയാ ടെൻഷനായിട്ട് എനിക്കൊന്നും എന്താ ചെയ്യേണ്ടത് പറയാൻ പറ്റുന്നില്ല. സമാധാനിക്കളെ, സമാധാനിക്കാൻ നമുക്ക് നോക്കാം. മോനെ സമാധാനിക്കും, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. ഞാൻ പറഞ്ഞു വിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതെന്തായി പോയാ? കേശുവേ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഈ കിടക്കണേന്ന് എന്തുവാ? അല്ല, നമ്മള് നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാം. ആ, നിയമപരമായിട്ട് തന്നെ നേരിടാം. എങ്ങനെ? എന്തോന്നും ചെയ്യാടാ, എന്തെങ്കിലും വഴി പറഞ്ഞ നിനക്കാണല്ലോ കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ളത്. പറ. ബോഡി ഒരു കാര്യം ചെയ്യാം, ലച്ചേച്ചി വിളിക്കാം. ലച്ചേച്ചി വിളിച്ചെങ്കിൽ വരുത്താളെ ഈ കാര്യമൊന്നും പറയണ്ട. അതാകുമ്പോ ആളെണ്ണം കൂടുമ്പോ ഒരു ബലമല്ലേ. സമാധാനം ജീവിക്കട്ടെ നീ. ഞാൻ എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുങ്ങുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൊടുക്കും. എന്റെ ശിവ ഒന്നും മിണ്ടാതെ നില്ലേ. ഇന്നും പറ, സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ അമ്മൂമ്മേ? മോനെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അല്ല, വഴിന്ന് പറയുമ്പോഴേ നമുക്കേ ഞാൻ പറയാം. നമുക്ക് പാറമണെ കൊണ്ട് കളഞ്ഞാലാ? സിനിമയിലൊക്കെ അങ്ങനെയാ. കൊച്ചാ, ഇത് പല്ലി പാറ്റിയൊന്നും അല്ല. കളയാനായിട്ട് വേണ്ടെങ്കിൽ വേണ്ട. നമുക്കേ ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. എന്നിട്ട് പോലീസിനോട് നടന്ന കഥ എല്ലാം പറയാം. അളിയാ, പോലീസിനെ വിളിയടാ. അയ്യോ, പോലീസിനെ വിളിക്കണ്ട, ഞാൻ പൊട്ടുപോകും. വള്ളനെ കഞ്ഞോ ചത്തേണ്ടി ഇവനെയൊക്കെ ഉണ്ടല്ലോ. ഇനിയില്ല.